Hello guys, good morning and welcome to Rogue of YouTube channel. ഞാൻ ഇതുവരെ ഒരു ജർമ്മനിൽ ഒരു ഇൻട്രോ പറഞ്ഞിട്ടില്ല. മഴയാണ്, രാവിലെ തന്നെ മുടി നനഞ്ഞിട്ട് എൻ്റെ ആ ഒരു സാധനമൊക്കെ പോയി. ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം കൊടുത്തിരുന്നാലുണ്ട്. സമൂസ വിത്ത് റെയിൻ. നല്ല ചൂട് മഴയും സമൂസ. മോർഗൻ എന്നാണ് ഗുഡ് മോർണിംഗിന് ജർമ്മനി പറയും, ഇവിടെ ഗിഹൻ മോർഗൻ. പിന്നെ അതുപോലെ യൂട്യൂബ് ചാനലിന് അവിടെയും യൂട്യൂബ് കനാൽ എന്ന് പറയും, ഇവിടെയും യൂട്യൂബ് കനാൽ എന്ന് പറയാം. ആൻഡിന് ഇവിടെ എൻ എന്നൊക്കെ. സോ ഗൈസ്, ഞങ്ങൾ സമൂസ കഴിക്കട്ടെ. ഗിവ് മീ വൺ പീസ്. ഇത് ആക്ച്വലി ഒരു പാകിസ്ഥാൻ ചേട്ടന്റെ കടയിൽ നിന്നായിരുന്നു. ഞങ്ങൾ കയറിയിട്ട് ചോദിച്ചല്ലോ, പുള്ളി ജർമ്മനിലാ വളർന്ന്. അല്ല, അതായത് പുള്ളി അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു സമൂസയാണ്. അപ്പം ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ഇറ്റ്സ് ലുക്ക് ലൈക്ക് അവർ സമൂസ എന്ന് പറഞ്ഞു. അപ്പോൾ അവർന്ന് പറഞ്ഞത് കേട്ടിട്ടാണോ നല്ല പുള്ളി ചോദിച്ചാൽ എവിടുന്ന സമൂസയുടെ ഉത്ഭവം എന്ന്. അപ്പോൾ ഇവള് പറഞ്ഞു ഇന്ത്യ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇറ്റ്സ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. സൗണ്ടാണ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇറ്റ്സ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചു ആർ യു ഫ്രം പാകിസ്ഥാൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ എവിടുന്ന് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ കമ്മിങ് ഫ്രം ജർമ്മനിയാണ്, ബട്ട് വി ആർ ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഞങ്ങൾ ആദ്യം ഇതിന്റെ പൈസ ചോദിച്ചാൽ പുള്ളി അറിയാം 10 യൂറോ. അതിൻ്റെ അകത്ത് ഡയമണ്ട് ഉണ്ട്. എന്നിട്ട് അറിയാം അതിൻ്റെ ഉള്ളിൽ ഞാൻ ഡയമണ്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം 1.50 യൂറോ. 1.50 നല്ലതാ, അത്യാവശ്യം വില. 5 ഉണ്ടാവും. അമ്മയെ കൈവേദന എടുക്കുന്നു. എന്നിട്ട് പുള്ളി പാകിസ്ഥാനിൽ നിന്നാണ്, അതൊക്കെ ഇന്ത്യ എന്നല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളി എന്തോ ജർമ്മനിലാണ് കുറച്ചാളം വളർന്നതോ അങ്ങനെ എന്തോ. സോ കഴിക്കട്ടെ ഗൈസ്, വാടി കഴിക്കാം. ആടുകട്ടെ, എനിക്ക് സ്നാപ്പ് എടുക്കാം. കൂട്ടിന് മഴയും സമൂസയും. അത് ഞങ്ങൾ ബസ്സിൽ കയറി. പിന്നെ ഉണ്ടല്ലോ, ആക്ച്വലി ഇന്നലെ ഞാൻ എൻ്റെ ചാർജർ കൊണ്ടുപോയി കളഞ്ഞു, എൻ്റെ ഫോണിൻ്റെ ചാർജർ. ഞങ്ങൾ ഇന്നലെ ലാസ്റ്റ് ഒരു പാർക്കിൽ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരുന്നായിരുന്നു. ഇന്നലെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജർ കൈ പിടിച്ച് നടക്കുമായിരുന്നു, എവിടെയെങ്കിലും കുത്താൻ പറ്റിയാലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ എൻ്റെ മടി കാരണം ഞാനത് തിരിച്ച് ബാഗിൽ വെച്ചില്ല. മൈ മിസ്റ്റേക്ക്. എന്നിട്ട് അതെനിക്ക് ഉറപ്പ് ആ പാർക്കിലുണ്ട്. ഞങ്ങൾ പാർക്കിൽ നിന്ന് വരുമ്പം പാവ എൻ്റെ ചാർജർ എന്നെ നോക്കിയിട്ട് എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. ചാർജർ ഉണ്ടാവും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഞാനോ ആ സാധനം ഇങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പം ലൈക്ക് എനിക്ക് എന്തായാലും ചാർജർ വാങ്ങിക്കണം, കാരണം ഞാൻ എൻ്റെ ഫോണിൽ അങ്ങനെ വേറെ ചാർജർ കുത്താറില്ല. എന്തെങ്കിലും അർജൻറ്റ് ആയിട്ട് വന്നാലേ ഞാൻ വേറെ ചാർജർ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൻ്റെ, അതായത് ആപ്പിളിൻ്റെ ചാർജർ തന്നെ ഞാൻ യൂസ് ചെയ്യാറ്. സോ എനിക്ക് എന്തായാലും ആപ്പിൾ ചാർജർ വാങ്ങിക്കണം. സോ ആപ്പിളിൻ്റെ സ്റ്റോറ് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ കയറി വാങ്ങിക്കും. വേറെ നിവർത്തിയില്ല. ഗൈസ്, ഈ ഡ്രസ്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഐശ്വര്യ ഗിഫ്റ്റ് എന്നതാണ് ഗൈസ്. ഐശ്വര്യ ജാക്കറ്റ് ഊരാത്തതുകൊണ്ട് ഡ്രസ്സ് കാണൂല. അതാണ് എല്ലാ ഡ്രസ്സും ഇട്ടിട്ട് പിന്നെ ജാക്കറ്റ് ഇട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ലൈക്ക് കുറേ ജാക്കറ്റൊന്നും കിട്ടി വരാൻ പറ്റൂലല്ലോ. സോ അങ്ങനെ, അതായത് ഇപ്പോഴും വെയിലാണെങ്കിലും മഴയുണ്ട്, അല്ല വെയിലാണെങ്കിലും തണുപ്പുണ്ട്. മഴയാണ്, സോ ഓഫ് കോഴ്സ് തണുപ്പാണ്. ഉച്ചക്ക് വെയിൽ ഇവിടെയാണ് നല്ല വെയിൽ. സൺഗ്ലാസ് ഒന്നും ഇല്ലാണ്ട് പറ്റൂല. ഇന്ന് ഞാൻ ക്യാപ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട്. ഇത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആര് തന്നെയാ? നീയാണോ? അല്ല, ഡിസ്റ്റീനയുടെ ഗിഫ്റ്റിന്റെ കൂട്ടത്തിലുള്ളത്. പവിത്ര ഹീൽസും ടോപ്പും. യെസ് ഗൈസ്, സമൂസ കഴിച്ചുകൊണ്ട് വേറെ ഒരുവിധം ഓക്കെ. കുറേ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ മതി അങ്ങനെ. ആൻഡ് ഇന്ന് നൈറ്റ് ഞങ്ങൾ ഇവിടുന്ന് റിട്ടേൺ പോകും. ഓക്കെ ഗൈസ്, ഇനി അവിടെ എത്തിയിട്ടൊക്കെ കാണാം. ഇവിടെ വണ്ടീൻ്റെ ഉള്ളിലും പിന്നെ പുറത്ത് മഴയായതുകൊണ്ട് ലൈറ്റിനിങ്ങും ചെറിയൊരു ഡാർക്ക് സംഭവമായിട്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തി ഗൈസ്. ഇനി ഇറങ്ങണം.
തണുപ്പുണ്ട് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും കാണാൻ പറ്റും ഇതിന്റെ ഒരു നല്ല ഫോട്ടോ എന്താ ഒരുമാതിരി ഓയിൽ അടിച്ചിട്ടുണ്ട്. ഗൈസ് പുറത്ത് മഴയാണ്. ക്യാപ്പൊക്കെ ഇട്ട് ഇറങ്ങാം. മാങ്ക 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 ഗൈസ്. നോക്കട്ടെ ഏതേലും അറിയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. 30 യൂറോക്കാ. അതാ വൺ പീസിന്റെ ഒക്കെ ഹാരി പോട്ടർ ഒക്കെ ഉണ്ട് താഴെ. പേര് ഞാൻ പറഞ്ഞു. അവിടെ ബെൻഡൻ എല്ലാം ഉണ്ടല്ലോ. ഓ കൊള്ളാട്ടോ. ഇവിടെ ഭയങ്കര ഹാരി പോട്ടർ ഫാനാണ് ഗൈസ്. നോക്കൂ, ഹാരി പോട്ടർ നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ട് ഹാരി പോട്ടർ ഇത്ര ഇഷ്ടം നിനക്ക്? എനിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബുക്കിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വായിച്ചപ്പോൾ ഒരു റോളർ കോസ്റ്ററിലൂടെ പോയ പോലെ തോന്നിയത്. പിന്നെ സിനിമയും കൂടി കണ്ടപ്പം എനിക്ക് അവരൊക്കെ ഭയങ്കര ഇഷ്ടമായി. എമ്മേനെ ആണേലും ഇവനാണെങ്കിലും ടോം ഫെൽട്ടൺ ആണെങ്കിലും അവരൊക്കെ ബർത്ത്ഡേക്ക് മൊത്തം ഹാരി പോട്ടർ തീമല്ലേ കിട്ടിയേ ഗിഫ്റ്റ്. അപ്പോൾ വേറൊരു പ്രശ്നം വെച്ചാൽ ഇപ്പം എനിക്ക് സ്ട്രേഞ്ചർ തിങ്സും ഇഷ്ടമാണ്. ഈ സ്ട്രേഞ്ചർ തിങ്സ് ഇപ്പം വന്നയാ എൻ്റെ ഉള്ളിലേക്ക്. ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുപ്പത്തിലേ വന്നോണ്ട് നമുക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഹാരി പോട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ചൈൽഡ്ഹുഡ് അല്ലു അർജുൻ. അപ്പൊ അതിനൊക്കെ അല്ലു അർജുനോട് ഒരു സാധനമില്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് കുറവാ, അതില്ല. പണ്ടത്തെ ആ സാധനം പലതും എനിക്കിപ്പില്ല. മുവാനേനൊക്കെ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ മുവാനേനോടുള്ള ക്രേസ് ഒക്കെ പോയി. എന്താ അറിയില്ല, ഇപ്പൊ ഞങ്ങനെ കാണാറോ ഒന്നുമില്ല. പിന്നെ എനിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഹാരി പോട്ടർ. ആക്ച്വലി ഇവിടെ എന്തോ പരിപാടി ഉണ്ട് ഗൈസ്. പലരോടും ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സിംഹിണി ഉണ്ട് ഗൈസ്. സിംഹിണി സിംഹാണോ സിംഹിണിയാണോ? ആ എന്തിനാട്ടെ, സിംഹാൻ തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ടൗണ്. കഴിക്കാൻ കയറാൻ നോക്കും ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഒരു കഫേയിൽ കയറിയിട്ടുണ്ട്. സബ്രഞ്ച് കളിക്കാൻ ഓർത്തു. ഡ്രീംസ് പ്ലീസ്. സ്കാൻ ചെയ്യാൻ പോവാ ഗൈസ്. മെനു ഹോട്ട് ചോക്ലേറ്റും കൂടെ വരാനുണ്ട് ഗൈസ്. ഫുഡ് കാണുന്നില്ല അല്ലേ ബ്ലോഗില്. സോ ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. വെജീസ് ഒക്കെ ഉണ്ട്. ഒരു സാധനം കൂടെ എടുത്തു തരാൻ പറ്റുമോ? എന്ത് തിന്നാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ ഫോണാ? ചോക്ലേറ്റ് മ്യൂസിയത്തിൽ പോവാണ് ഗൈസ്.
ആക്ച്വലി ഞങ്ങളൊരു കടയിലേറെ ലൈക്ക് ആൻറ്റി കളക്ഷൻസ് ബ്രേസ്ലെറ്റ്, എന്നിട്ട് അച്ഛയ്ക്ക് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു അവിടെ. അപ്പോൾ അവിടുന്ന് ലൈക്ക് ആ പുള്ളി ഞങ്ങളോട് വന്നിട്ട് ചോദിച്ചു എവിടുന്നാ എന്നൊക്കെ, KC ഹോം എന്നൊക്കെ ചോദിച്ചു, ലൈക്ക് ഇന്ത്യ എന്ന് പറഞ്ഞപ്പം. എന്നിട്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞു ആക്ച്വലി പുള്ളി ഫ്രം ഇന്ത്യ എന്ന്. നോ, ഹീസ് ആക്ച്വലി എനിക്കറിയില്ല ബോൺ ആൻഡ് ബോട്ടപ്പ് ഇന്ത്യ ആണോ എന്നറിയില്ല, പക്ഷെ അവിടെ എന്തോ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ലൈക്ക് ഇവിടെ തിരിച്ച് എന്നിട്ട് എന്നോട് ഞങ്ങളടുത്ത് ഇറങ്ങുമ്പോൾ ചോദിക്കുക ലൈക്ക് ഇന്ത്യയിൽ ആ ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെ അക്യൂറ്റ്സ് വർക്കാവുമോ, ഡൽഹി മുംബൈ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇറ്റ്സ് ബെറ്റർ ഇൻ മുംബൈ എന്ന് പറഞ്ഞു. മേ ബി ഇറ്റ്സ് വർക്ക്, വി ഡോണ്ട് നോ എന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ഇവിടെ റീച്ച് ചെയ്തു, ഇവിടെ ചോക്ലേറ്റ് സ്ട്രീറ്റിൽ. തണുക്കുന്നേ തണുപ്പുണ്ട് ഗൈസ്. എനിക്ക് മൊത്തം ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ്. ഗൈസ് ഈ തിളങ്ങുന്ന നിങ്ങളൊന്നും കൊണ്ടും പഠിക്കണ്ട. സോ ഞങ്ങൾ മ്യൂസിയത്തിലോട്ട് കയറാൻ പോവാം ഗൈസ്. കൊക്കോ ഇതെന്ത് പാമ്പാ? അനാക്കോണ്ട. ഗൈസ് ഞങ്ങളങ്ങനെ മ്യൂസിയത്തിലോട്ട് കയറി. ഇത് കണ്ടോ, ഇത് ഓരോന്നിൻ്റെയും നമ്പർ നമ്മൾ വെച്ച് കൊടുത്ത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് കേൾക്കാം. അതായത് അതിൻ്റെ സ്റ്റോറി നമുക്ക് കേൾക്കാൻ പറ്റും. അതിനാണ് ഇത്. ഓക്കെ, ഹിയർ വി ഗോ. ആൻഡ് നമുക്ക് വെൽക്കം ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, വെൽക്കമിങ് ചോക്ലേറ്റ്. നമുക്കത് കഴിച്ചുകൊണ്ട് പോവാം ഗൈസ്. നോർമൽ മഴ നനഞ്ഞ് മുടി മൊത്തം പോയി. നോർമൽ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. ഇരുട്ടായിപ്പോ ആ ഇല്ല ലൈറ്റ് ഉണ്ട്. ഈ പുള്ളീനെ ഭയങ്കരമായിട്ട് എനിക്ക് പേടിയാണ്. ഹായ്. നൈറ്റിട്ടാ മമ്മി ഇവിടെ. ഫോട്ടോസ് എടുക്കാം.
ഇരിപ്പുണ്ട്. സ്മെല്ലാണോ? എൻ്റെ അമ്മയിൽ പുള്ളി കറക്റ്റ് കപ്പലുണ്ട്. ഇതുണ്ടോ ഓരോന്നിന്റെ സ്റ്റോറി പറയുന്നേ? അപ്പൊ തൊടുമ്പോ ഓരോന്നിന്റെ ഓ സീന്. ഹായ് ചേച്ചി, ജാക്കു റോസ് ആണോ? ഗോഡൗൺ മെഷീൻസ്. എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് മതി നാട്ടുകൊണ്ടുപോകാൻ. ഞങ്ങളൊരു കട മൊത്തം വാങ്ങിയിട്ടുണ്ട്. പൈസ എത്ര പോയിന്നൊന്നും അറിയില്ല. അങ്ങ് പൊട്ടിച്ചു. പണം പോട്ടെ. അതെ അതെ, കണ്ണാടിട്ട് ഇറങ്ങിയേക്ക അവള്. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിച്ച് നല്ല മഴയാ പുറത്ത്. എല്ലാവരും എൻ്റെ ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടേ ഒരുമാതിരായി. കുഴപ്പമില്ല കുഴപ്പമില്ല. എടി നോക്കിക്കേടി, നോക്കിക്കേടി. ഓ റെഫേഴ്സ് കഴിക്കാനാ? വേണേ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഏത് കഴിക്കാനാ? അല്ലെങ്കിലോ ട്രൈ ചെയ്യാം. ബനാന ബനാന അത് വിപ്ഡ് ക്രീമാ. കുഞ്ഞിക്കുട്ടി ഇന്നൊരു ഡാർക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. അത് ഞങ്ങൾ അറ്റോമിയത്തിലോട്ട് പോവുകയാണ്. ആക്ച്വലി മിനി യൂറോപ്പും കൂടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈമിൻ്റെ നല്ല പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ 2 സാധനങ്ങൾ ഇപ്പം ഇതും കൂടുമ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടത്. അതായത് ഞങ്ങൾക്ക് കാസ്റ്റിൽ കയറാൻ പറ്റിയില്ല. പിന്നെ ബോട്ട് റൈഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, കനാൽ റൈഡിങ്, കനാലിലൂടെ ബോട്ട് റൈഡിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് 2 നടന്നില്ല. പിന്നെന്ന് വെച്ചാൽ 3 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ആക്ച്വലി അത്യാവശ്യം കവർ ചെയ്തു. പിന്നെ ഭയങ്കര ടൈമിൻ്റെ പ്രശ്നം. കണ്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കണ്ട്, എല്ലാം ടൈം എടുത്ത് നല്ല വൃത്തിക്ക് കണ്ട്, എല്ലാം ചടുകുടേന്നാക്കാണ്ട് പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് കണ്ടു. ബാക്കി എന്തുവാ ലൈക്ക് ബാക്കി കാര്യങ്ങൾ കുഴപ്പമില്ല.
പിന്നെ മിനി യൂറോപ്പ് വെച്ച് നമ്മുടെ യൂറോപ്പിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. പറയുന്നത് എന്തൊക്കെയോ പിസ്താച്ചിയോ ഗോപുരം എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇനിയും വരണം. അപ്പോൾ കാണാം, അവിടേക്ക് ഇനി പോകാം, കുഴപ്പമില്ല. ഗൈസ്, ഞങ്ങൾ അറ്റോമിയത്തിലോട്ട് പോവാണ്. മഴയാണ്, അതുകൊണ്ടാണ് ഈ ക്യാപ്പൊക്കെ എടുത്തിട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ അറ്റോമിയത്തിന് മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അറ്റോമിയത്തിൻ്റെ കുറച്ച് വീഡിയോസും കൂടി എടുത്തിട്ട് അത് ഞാൻ ഓൾറെഡി ബായ് പറയാണ് നിങ്ങളോട്. എന്നിട്ട് അറ്റോമിയത്തിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ക്ലിപ്സും കൂടെ ഞാൻ ഇതിൻ്റെ എൻഡിന് ആഡ് ചെയ്തിട്ട്, ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ എടുത്തിട്ട് ഞാൻ നിർത്താം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ഗൈസ്, കേട്ടോ. സോ ബൈ. വരാണ്ടിരുന്നെങ്കിൽ നഷ്ടമായേനെ. കാരണം നമ്മളിപ്പോൾ ഉള്ളതാ ബോളിൻ്റെ ഉള്ളിലാ. വിശ്വസിക്കാൻ പറ്റണില്ല. സത്യം, വണ്ടർഫുൾ, സത്യം. റെഡ് ലൈറ്റ് നല്ല ഭംഗിയുണ്ടെങ്കിൽ ഏകദേശം 50 യൂറോ എടുത്ത് കയറിയ നൈസ് സാധനം. 50 യൂറോ ആ സ്റ്റുഡൻസിന്. ലൈക്ക് ഞാൻ എല്ലാവർക്കും ബെൽജിയം ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ ഉള്ളേ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അല്ല, ബെൽജിയം ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വല്ലാണ്ട് തോന്നുന്നുണ്ട്. അത്രയും നന്നായിട്ട് ഞങ്ങൾ പോയ സ്ഥലമൊക്കെ എൻജോയ് ചെയ്തു. നമ്മുടെ ചുണ്ടൊന്നും ഇതിലെന്താ പോലെ. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഇതായത് സൂപ്പറായി. തൊട്ടപ്പുറത്താണ് മിനി യൂറോപ്പ്. ഞങ്ങൾ കയറണില്ല, ഇല്ല, സമയമില്ല, വണ്ടി മിസ്സാക്കും. പക്ഷെ സംതിങ് കമ്മിങ്. This is why the journey is long. നോക്കൂ, ഇങ്ങനെ ഓരോ ഗോളത്തിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇത്ര നേരം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഗോളത്തിന്റെ അകത്താണോ നമ്മളിപ്പോ ഇത് ഫുള്ള് കണ്ടത്? അല്ലല്ലോ, എനിക്കറിയില്ല കേട്ടോ, ഐ എം നോട്ട് ഷുവർ.
ഗൈസ് ഞങ്ങൾ അങ്ങനെ ചെക്കൗട്ട് ചെയ്തു, ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി ഞങ്ങൾ പോവാണ് ഗൈസ്. ഫുഡും കൂടെ കഴിച്ചിട്ട് പോവാന്ന് ഓർത്തു. ഫുഡും കൂടെ കഴിച്ചിട്ട് ഇനി ബൈ 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 ബെൽജിയം. 9:50 വണ്ടി, അപ്പത്തേനും പോണം. ഓക്കെ ഗൈസ്, ദെൻ ബൈ.